ഇത്തരത്തിലുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങളൊന്നും ജനങ്ങളുടെ മുമ്പിൽ വില പോവുകയില്ല. 45 വർഷമായി ആര്യ രാജേന്ദ്രനും ശിവൻകുട്ടിയും ചന്ദ്രയും ചന്ദ്രികയും പ്രശാന്തും ശ്രീകുമാറും ജയൻ ബാബുവും ഒക്കെ ചേർന്നുകൊണ്ട് ഈ നഗരത്തെ കൊള്ളയടിക്കുകയാണ്. എല്ലാ സ്ഥലത്തും മാലിന്യം എടുക്കും. മാലിന്യം എടുത്തതിന് ശേഷം ഈ മാലിന്യം ചാക്കി കെട്ടിയിട്ട് തിങ്കളാഴ്ച കൊണ്ടുവന്ന് ആമയിഴഞ്ഞാൻ തോടിലിടും, ചൊവ്വാഴ്ച പാർവതി പുത്തനാറിലിടും, ബുധനാഴ്ച കിള്ളിയാറിലിടും, വ്യാഴാഴ്ച കരമനയാറ്റിലിടും, അടുത്ത ദിവസം വേറെ ഏതെങ്കിലും നദിയിലിടും. 45 വർഷം ഈ നഗരം ഭരിച്ചിട്ട് നഗരത്തിൽ വരുന്ന സാധാരണ ജനങ്ങൾക്ക് ഒരു മൂത്രം ഒഴിക്കാൻ വേണ്ടി സ്വസ്ഥമായിട്ട് മൂത്രം ഒഴിക്കാനുള്ള സംവിധാനം പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തൊരു പാർട്ടി പറയുകയാണ്. ആര്യ രാജേന്ദ്രൻ്റെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ഉത്തരം പറയേണ്ടത് CPM ആണ്. മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു MLA വലിയ സ്ഥാനം കൊടുക്കാൻ ഇരിക്കുകയാണെന്ന്. അതുകൂടി താങ്ങാനുള്ള ശേഷി കേരളത്തിനുണ്ടാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നീന്താൻ അറിയാൻ പാടില്ലാത്ത ആളുടെ അടുത്ത് വെള്ളത്തിയിട്ടാൽ എന്തായിരിക്കും? അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. സംസ്ഥാനം ശക്തമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. സ്വാഭാവികമായിട്ടും തലസ്ഥാന നഗരത്തെ തെരഞ്ഞെടുപ്പ് ഏറ്റവും ശ്രദ്ധയാർജിക്കുന്ന ഒന്നാണ്. 4.5 പതിറ്റാണ്ടോളമായി നഗരസഭയുടെ ഭരണം നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷം, CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷമാണ്. അതിനോടൊപ്പം തന്നെ മുൻ MLA മത്സര രംഗത്തിറക്കി കോൺഗ്രസും രംഗത്തുണ്ട്. കഴിഞ്ഞ 2 ടേമുകളിലായി ശക്തമായ പ്രതിപക്ഷമായി BJPയും രംഗത്തുണ്ട്. BJPയുടെ സാധ്യതകളും തിരുവനന്തപുരത്തെ നിലവിലെ അവസ്ഥയും, ഇനി എന്താണ് തിരുവനന്തപുരത്തിന് നേടാൻ കഴിയുന്നതെന്നും എന്ത് വികസനമാണ് തിരുവനന്തപുരത്ത് വരാൻ പോകുന്നതെന്നും നമ്മളോട് സംസാരിക്കുന്നത് BJPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ VV രാജേഷാണ്. അദ്ദേഹം കഴിഞ്ഞ ടൈമിൽ പൂജപ്പുരയിലെ കൗൺസിലറായിരുന്നു. നിലവിൽ കൊടുങ്ങാനൂർ അവിടെയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും തിരുവനന്തപുരത്തിൻ്റെ വികസന സാധ്യതകളും അദ്ദേഹം നമ്മോട് ചർച്ച ചെയ്യുകയാണ്. നമസ്കാരം. ശ്രീ VV രാജേഷ്, ഏറ്റവും പഴക്കമുള്ള കോർപ്പറേഷനാണ് തിരുവനന്തപുരത്ത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 45 വർഷമായിട്ട് ഒരു മുന്നണി തന്നെയാണ് ഭരിക്കുന്നത്. ഈ ഭരണം കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള ജനങ്ങളൊക്കെ തന്നെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ആർക്കും ഉത്തരം കിട്ടുന്നില്ല. എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഈ കോർപ്പറേഷൻ എത്താൻ പാടില്ലാത്ത സ്ഥലത്ത് ഇതിനെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വലിയൊരു ദുരന്തമായി മാറിയിരിക്കുന്നു. ഏത് തരത്തിൽ ഈ ദുരന്തത്തിൽ നിന്നും കരകയറണമെന്നുള്ള ആശങ്കയിലാണ് തിരുവനന്തപുരത്തെ ജനങ്ങളൊക്കെ തന്നെ. തീർച്ചയായിട്ടും അങ്ങ് ചോദിച്ചത് വളരെ വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞങ്ങൾ. ഉത്തരം ജനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. BJPയുടെ നേതൃത്വത്തിലൂടെ ഇതിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തരം ജനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നുവെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ പ്രചാരണ വേളയിൽ മനസ്സിലായത്? കാര്യം ഈ ഒരു മൊത്തം നേരത്തെ തന്നെ താങ്കൾ ഈ ഒരു മേഖലയിൽ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡൻ്റായിരുന്നു, BJPയുടെ പ്രസിഡൻ്റായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു കഴിഞ്ഞ 2 ടേമായിട്ട്, ഇപ്പോൾ ഈ ടേമായിട്ട് മത്സര രംഗത്തുണ്ട്. പ്രചാരണമായിട്ട് ഇറങ്ങുന്ന സമയത്തായിരിക്കുമല്ലോ കൂടുതൽ വിഷയങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു തിരുവനന്തപുരം നഗരസഭ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രചരണ സമയത്ത് പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രചരണ സമയത്ത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ കുറേ കാലമായി 2015 മുതൽ കൂടുതൽ 2010 മുതൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇടപെടുന്നെങ്കിൽ 2015 ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച്, അത് സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. 2020 മുതൽ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലെ കൗൺസിലറുമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച്, അവരുടെ പദ്ധതികളെക്കുറിച്ച്, ദൈനംദിന ജീവിതത്തിൽ ജനങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച പശ്ചാത്തലത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞപ്പോൾ ഞാൻ തയ്യാറായത്. തീർച്ചയായിട്ടും നമ്മൾ തിരുവനന്തപുരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് തന്നെ തികച്ചും വ്യത്യസ്തയാർന്ന ഒരു പ്രദേശമാണ് തിരുവനന്തപുരം. അതായത് എല്ലാ ചർച്ചകളും ജനങ്ങളുടെ മനസ്സിലൊക്കെ തന്നെ അരക്കിട്ടുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എയർപോർട്ട്, സീപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഇത്രയും സ്ഥാപനങ്ങൾ ഒരു വെളിപ്പാടകലെയുള്ള സ്ഥലം ലോകത്ത് തന്നെ അപൂർവമാണ്. എനിക്കുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. ഇപ്പോൾ ബാംഗ്ലൂർ ഒരു 30-35 കിലോമീറ്റർ സിറ്റിയിൽ നിന്നും വിട്ടിട്ടാണ് എയർപോർട്ട്. ഡൽഹി ആയിക്കോട്ടെ, മുംബൈ ആയിക്കോട്ടെ, ചെന്നൈ ആയിക്കോട്ടെ, നമുക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ സിറ്റിയിൽ നിന്ന് എയർപോർട്ടിലെത്താൻ സാധിക്കുള്ളൂ. തിരുവനന്തപുരത്ത് എത്ര റോഡ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 15 മിനിറ്റിന് എയർപോർട്ടിലെത്താം. അവിടെ നിന്ന് 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വിഴിഞ്ഞത്ത് തുറമുഖത്തെത്താം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ കൂടെ നോക്കിയാൽ കാണാം.
അതുപോലെ തന്നെ എയർപോർട്ടിന് തൊട്ടടുത്താണ് ടെക്നോ പാർക്ക് IT സിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെ ഇതിന് ഉള്ളിൽ തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം, തൊട്ടടുത്താണ് ആറ്റുകാൽ ക്ഷേത്രം, ഭീമാപള്ളി, വെട്ടുകാട് പള്ളി. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ ISROയുടെ VSSയുടെ യൂണിറ്റുണ്ട്, മെഡിക്കൽ കോളേജ്, ഇതൊക്കെ തന്നെ ഒരു ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ അനന്തമായ സാധ്യതകളുള്ള പ്രദേശമാണ് തിരുവനന്തപുരം എന്നുള്ളതാണ് നമ്മളെയൊക്കെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് ഈ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി നാട് മുന്നേറുന്നതനുസരിച്ച് സമൂഹത്തിനും ജനങ്ങൾക്കും ഇതിൻ്റെ ഗുണവശങ്ങൾ അനുഭവിക്കാൻ തരത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് കോർപ്പറേഷൻ്റെ റെലവൻസ് വരുന്നത്. അതായത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേത്. ഇപ്പോൾ ഒരു നിയമസഭയിലും പാർലമെൻറ്റിലൊക്കെ നിയമങ്ങൾ നിർമ്മിക്കാം, പക്ഷേ തെരുവ് വൃത്തിയാക്കുന്നതും തെരുവ് നായ് ശല്യം പരിഹരിക്കേണ്ടതും നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കേണ്ടതും സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ടതും, ടാക്സ് അടച്ചു കൊടുക്കേണ്ടതും, ഒരു കെട്ടിടം വയ്ക്കണമെങ്കിൽ അതിൻ്റെ പെർമിറ്റ് എത്രയും പെട്ടെന്ന് തന്നെ സാങ്ഷനാക്കി കൊടുക്കേണ്ടതും, ഒരു കട തുടങ്ങണമെങ്കിൽ അതിൻ്റെ ലൈസൻസ് കൊടുക്കേണ്ടതും, പ്രൊഫഷണൽ ടാക്സ് പിരിക്കേണ്ടതും, ഇതൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഈ ഞാൻ പരാമർശിച്ചതും ഇനി പരാമർശിക്കാനുള്ളതുമായുള്ള എല്ലാ മേഖലയിലും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണസമിതി അമ്പേ പരാജയം എന്നുള്ളിടത്താണ് ഞാൻ നേരത്തെ ദുരന്തം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചത്. ഞങ്ങൾ 2 തരത്തിലാണ് ഇതിനെ കാണുന്നത്. ആദ്യം, ദൈനംദിന ജീവിതത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായുള്ള ഇടപെടലുകൾ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ പരിഹരിക്കേണ്ട മാലിന്യ പ്രശ്നം, തെരുവുനായ് പ്രശ്നമൊക്കെ പരിഹരിക്കണം. ഇതൊക്കെ കറക്റ്റ് ചെയ്ത് വരുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. ആ ഒരു പരിശ്രമത്തിലാണ് ഞങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രവർത്തനം വന്നത്, ആര്യ രാജേന്ദ്രൻ മേയറായിട്ട്. അപ്പോൾ അന്ന് ഏറ്റവും ശക്തമായ ഒരു പ്രതിപക്ഷമായി നിന്നാണ് BJP ഇവിടെ സമരങ്ങൾ നയിച്ചത്. അപ്പോൾ ആ സമരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വിജയം കണ്ടിരുന്നോ? എന്തായിരുന്നു അപ്പോഴത്തെ സ്ഥിതി? അല്ല, താങ്കളിപ്പോൾ പറഞ്ഞില്ലേ മേയറെക്കുറിച്ചൊരു വിശേഷണം. ഈ മുൻപൊക്കെ ഞായറാഴ്ചകൾ രാവിലെ 11 മണിക്ക് കൗതുക വാർത്തകളുണ്ടായിരുന്നു ആകാശവാണിയിൽ. അത് കേൾക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ജനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇത് കേൾക്കുന്നത്. അപ്പോൾ താങ്കൾ സമരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നതിൻ്റെ കാരണം 2020 ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്ന് 2020 ഡിസംബർ 22-ാം തീയതിയാണ്. ആ ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യ നാളുകളിൽ തന്നെ ധാർഷ്ട്യവും അതുപോലെ തന്നെ അഹങ്കാരവും സഹപ്രവർത്തകരോട് പോലും ഒരു CPM ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു ധിക്കാരം നിറഞ്ഞ സമീപനമായിരുന്നു. പ്രതിപക്ഷ കൗൺസിലർമാർക്ക് കൊണ്ടുകൊടുക്കുന്ന കത്ത് പോലും, പെൺകുട്ടികൾ വനിതകളായിട്ടുള്ള കൗൺസിലർമാർ കൊണ്ടുകൊടുക്കുന്ന കത്ത് പോലും കയ്യിൽ വാങ്ങാത്ത, മുഖത്ത് നോക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഭീകരമായ അഴിമതി, അതായത് ഭരണപരിചയമില്ലാത്ത ഒരു വനിതയുടെ കയ്യിൽ ഈ ഭരണം ഏൽപ്പിച്ചതിലൂടെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ CPM നേതാക്കന്മാരും ആരംഭിച്ച അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഞാൻ 2020 ഡിസംബർ 22 എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പ്രാധാന്യമുണ്ട്. 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരുന്നു ആറ്റുകാൽ പൊങ്കാല. ഞങ്ങളപ്പോൾ കൃത്യമായിട്ട് അഴിമതി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല അന്ന് കോവിഡ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം, ആറ്റുകാൽ അമ്പലത്തിൽ ഒറ്റ അടുപ്പിൽ, പണ്ടാര അടുപ്പിൽ മാത്രമാണ് പൊങ്കാല നടന്നത്. എന്നാൽ ഈ ഭരണസമിതി റിപ്പോർട്ട് ചെയ്ത് ഫയൽ തയ്യാറാക്കിയത് മണ്ണന്തലയുള്ള വരെയുള്ള 15 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല നടന്നുവെന്നും അതിൻ്റെയൊക്കെ തന്നെ ചപ്പുചവറുകൾ വാരി മാറ്റിയ കണക്കിൽ ഒരു 4-4.5 ലക്ഷം രൂപ ചിലവാക്കിയെന്നും ആ ചപ്പുചവറുകൾ മാറ്റി ആലങ്കാരികമായിട്ടാണ് ചപ്പുചവറുകൾ വാരി മാറ്റാൻ വേണ്ടി വന്നവർക്ക് ബെറോട്ടയും ചിക്കനും വാങ്ങിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ബില്ലെഴുതി. ലോകത്തിന് മുഴുവനും അറിയാം, ഒരു അടുപ്പിൽ മാത്രമേ പൊങ്കാല നടന്നിട്ടുള്ളൂ, റോഡരിയിൽ എങ്ങും പൊങ്കാലയില്ലായിരുന്നു. ഞങ്ങൾ ആ വിഷയം വെളിച്ചത്ത് കൊണ്ടുവരികയും സ്വാഭാവികമായിട്ടും ജനവികാരം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. വളരെ ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിച്ചു. ആ ഫണ്ട് കൊടുക്കുന്നതിന് തടഞ്ഞു വെച്ചു. അതിനുശേഷം മുന്നോട്ട് പല ചെറിയ ഒറ്റപ്പെട്ട വിഷയങ്ങളൊക്കെ എടുത്ത് കൗൺസിലിനകത്തൊക്കെ ചില സമരങ്ങൾ ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് സാധാരണക്കാരായ ജനങ്ങൾ അടയ്ക്കുന്ന വീട്ടുകര, ഇപ്പോൾ വീട്ടുകാർ അടച്ച എൻ്റെ വാർഡിലുള്ള പൂജപ്പുര വാർഡിലൊരു VSS എഞ്ചിനീയർ വന്നിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷം വീട്ടുകാർ അടച്ചിട്ടുണ്ട്, അതിൻ്റെ റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ വർഷം വന്നപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം അടച്ച കര ഇവിടെ കാണാനില്ല, ഫൈൻ ഉൾപ്പെടെ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തും അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ റെസിപ്റ്റ് വാങ്ങിച്ച് പരിശോധിച്ചു ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ എന്തോ കൺഫ്യൂഷൻ വന്നാണെന്നും. 2 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർഡിൽ ഇതുപോലെ സംഭവം വന്നു. സമാനമായ അനുഭവം ഒന്നിലും 2ലും കൂടുതലായതോടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്
സാധാരണക്കാരടയ്ക്കുന്ന വീട്ടുകരമൊന്നും തന്നെ കോർപ്പറേഷൻ്റെ അക്കൗണ്ടിലേക്ക് പോകാറില്ല. വ്യാജ റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുകയാണ്. ഇതിൻ്റെ പങ്ക് CPM നേതാക്കന്മാരും ഭരണാധികാരികളും പറ്റുകയാണ്. ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ആഴത്തിൽ പഠനം നടത്തിയപ്പോൾ പതിറ്റാണ്ടുകളായി സാധാരണക്കാരായ ജനങ്ങളടക്കുന്ന വീട്ടുകരത്തിൻ്റെ ഒരു 10-20% മാത്രം കോർപ്പറേഷനിൽ അടച്ചിട്ട് ബാക്കിയൊക്കെ ഉദ്യോഗസ്ഥന്മാരും CPM നേതാക്കന്മാരും വീതം വെച്ചെടുക്കുകയാണെന്ന് മനസ്സിലായത്. ഞങ്ങൾ സമരം ആരംഭിച്ചു. 20 ദിവസം ഞങ്ങളുടെ 20 വനിതാ കൗൺസിലർമാരും 15 പുരുഷ കൗൺസിലർമാരും കൂടി കോർപ്പറേഷൻ ഹാളിനകത്ത് ആ ലോഞ്ചിൽ ഞങ്ങൾ സത്യാഗ്രഹം 20 ദിവസം സത്യാഗ്രഹം നടത്തിയിട്ടും ഭരണസമിതി ഇത് അന്വേഷിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ 21ാമത്തെ ദിവസം മുതൽ 9 ദിവസം ഉപവാസത്തിലേക്കാണ്. ഉപവാസം ശക്തമായപ്പോഴേക്കും ഗവൺമെൻറ് അന്വേഷിക്കേണ്ടി വന്നു. ഒടുവിൽ അന്വേഷിച്ചപ്പോഴേക്കും ഒരു ഉദ്യോഗസ്ഥ, നിരവധി പേർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, നിയമ സോണൽ ഓഫീസ് സൂപ്രണ്ട് ശാന്തി എന്ന ഉദ്യോഗസ്ഥ 38 ലക്ഷം രൂപ ഇതിൽ നിന്ന് വെട്ടിച്ചതായിട്ട് അവർ KMCSU CPMൻ്റെ യൂണിയനിൻ്റെ സംസ്ഥാന നേതാവാണ്, വെട്ടിച്ചതായിട്ട് കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ വിഷയം വെളിച്ചത്ത് കൊണ്ടുവന്നു. ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെട്ടില്ല. പലയിടത്തും വീട്ടുകാരൻ തട്ടിപ്പ് നടക്കുകയാണ്. ഇത് ഞങ്ങൾ സമരം ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അഴിമതി അവസാനിക്കുന്നില്ല. CPM ജില്ലാ സെക്രട്ടറിക്ക് ഒരു കത്തെഴുതി മേയർ, ഇവിടെ കുറേ താൽക്കാലിക വേക്കൻസി കൊണ്ട് സഹാവേ പാർട്ടിക്കാരുടെ പട്ടിക തരാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എഴുതി. ഇവിടെ എന്താണ് പ്രശ്നം? ഈ താൽക്കാലിക ജീവനക്കാരെ ഓരോ വർഷവും നിയമിക്കുന്നത് എന്തിനാണ്? താൽക്കാലിക ജീവനക്കാരാണ് നഗരം വൃത്തിയാക്കേണ്ടത്, അവിടുത്തെ പുല്ല് ചെത്തേണ്ടത്, തെരുവുനായെ പിടിക്കേണ്ടത്. പാർട്ടി പ്രവർത്തകർ ഇവിടെയൊക്കെ കുത്തിത്തിരിവുന്നതോടെ എന്താ സംഭവിക്കുന്നത്? ഇവരാരും തന്നെ ഇവരൊക്കെ രാവിലെ വന്ന് ഒരു 11 മണിക്കൊന്ന് ഒപ്പിട്ടിട്ട് അവരെല്ലാം പാർട്ടി പ്രവർത്തനത്തിന് പോകും. ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പുല്ലുവെട്ടാൻ പോകില്ല, തെരുവുനായ പിടിക്കില്ല, നഗരം വൃത്തിയാക്കില്ല. അങ്ങനെ നമ്മുടെ നഗരം മുഴുവനും ചീഞ്ഞ് ജീർണിച്ചൊരവസ്ഥയിലുണ്ട്. പിന്നെ വഴികളിലൊക്കെ പുല്ല് വളർന്നു കിടക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഇവരനുസരിക്കില്ല. അങ്ങനെയുള്ള 1300 ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് തിരുവനന്തപുരം നഗരസഭ സഹിക്കുകയാണ്. 1300 CPM പ്രവർത്തകർക്ക് മാസം 25,000-ന് മുകളിൽ ശമ്പളം കൊടുത്തുകൊണ്ട് താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചിട്ട് പാർട്ടി പ്രവർത്തനം നടത്താൻ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. വളരെ ശക്തമായ സമരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷവും ഞങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങിയതിനേക്കാൾ കൂടുതൽ തെരുവിലായിരുന്നു. ഞങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങിയതിനേക്കാൾ കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിലും നന്ദാവനം പോലീസ് ക്യാമ്പിലും ആശുപത്രിയിലുമായിരുന്നു. ഞങ്ങൾ നിരവധി ദിവസങ്ങൾ കോർപ്പറേഷന് ഉള്ളിലും പുറത്തും കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ കണ്ടിട്ട് 5 വർഷം വളരെ സജീവമായി ഇന്ത്യയിൽ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പ്രവർത്തിച്ച പ്രതിപക്ഷമാണ് BJPയുടേത്. ആ ഒരു ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. താങ്കളൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, അതായത് കോൺഗ്രസ് ഇടതിന് ബദൽ എന്ന് പറയുമ്പോൾ, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടത് മാറുമ്പോൾ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞതിൽ അത് അവസാനം വരുന്നത് BJP ആണ് വരുന്നത് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. അല്ല, കോൺഗ്രസിൻ്റെ ഒരു മുദ്രാവാക്യമുണ്ട്, ഭരണം മാറണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതു ഭരണം മാറണം, അഴിമതി ഭരണം മാറണം. ഞാൻ യോജിക്കുന്നു അതിനോട്. ജനങ്ങളും പറയുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതു ഭരണം മാറണം, അഴിമതി ഭരണം മാറണം. ഞങ്ങൾ വർഷങ്ങൾ കൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഭരണം മാറണം. അപ്പോൾ ഈ മുദ്രാവാക്യത്തിൽ ആ ഭരണം മാറണമെങ്കിൽ എന്തായാലും 8 സീറ്റുള്ള കോൺഗ്രസ്സിനെ ആര് വിചാരിച്ചാലും 51 സീറ്റിലെത്തിക്കാൻ പറ്റില്ല. കോൺഗ്രസ്സുകാരും പോലും അത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് 35 സീറ്റിൽ നിൽക്കുന്ന, 25ഓളം സീറ്റിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന, കഴിഞ്ഞ 5 വർഷം സജീവ പ്രതിപക്ഷമായി പ്രവർത്തിച്ച ഞങ്ങൾ തന്നെയാണ് ഓൾട്ടർനേറ്റീവ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭരണം മാറണമെങ്കിൽ നെക്സ്റ്റ് തൊട്ടടുത്ത് നിൽക്കുന്ന പ്രതിപക്ഷമായ BJPക്ക് ഒരു അവസരം തരണം. ഞങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്ന് സ്പർശിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു അവസരം ലഭിക്കും. നമ്മൾ ഒരു ഭരണത്തെ എതിർക്കുമ്പോൾ, ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ഭരണത്തെ എതിർക്കുമ്പോൾ, അല്ലെങ്കിൽ തങ്ങൾക്ക് ഭരണം ജനങ്ങൾ തരണം എന്ന് പറയുമ്പോൾ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കുമല്ലോ. ഈ അടുത്ത തങ്ങൾക്ക് ഭരണം കിട്ടിയാൽ എന്തായിരിക്കും അടുത്ത 5 വർഷത്തെ പ്രവർത്തനം എന്നുള്ളൊരു കാഴ്ചപ്പാട് BJPക്കുണ്ടോ? ഞങ്ങൾക്ക് കൃത്യമായ പ്ലാനുണ്ട്. ഞങ്ങൾ ആദ്യം ഇവിടുത്തെ വസ്തുതകളും പ്രശ്നങ്ങളും പഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. തിരുവനന്തപുരത്ത് ഞാൻ ഇന്നിപ്പോൾ ഫീൽഡിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഏകദേശം ഒരു 450 വീട്, 453 വീടുകളിൽ കയറിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആദ്യം പറയുന്ന പ്രശ്നം, ഞങ്ങൾ പറയുന്നതിന് മുമ്പ് അവർ പറയുന്നത് വോട്ട് തരാം, ഇവിടുത്തെ തെരുവുനായ ശല്യം നിങ്ങളൊന്ന് പരിഹരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു. മധ്യപ്രദേശിൽ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാൻ ഒരിക്കൽ നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞ് കേന്ദ്രമന്ത്രി ആവുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് വന്നിരുന്നു. ഞങ്ങൾ ഒരുപാട് സമയം ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മധ്യപ്രദേശിൽ ഈ പ്രശ്നം പരിഹരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഷെൽട്ടറുകളിൽ അടച്ചു. ഞങ്ങൾ 10 വർഷം തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകൾ നിർമ്മിച്ചടച്ച് അതിനകത്തടച്ച് ഭക്ഷണം കൊടുത്തപ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ എണ്ണം കുറഞ്ഞു. തിരുവനന്തപുരത്ത് ചെയ്യാം. ഇപ്പോൾ കോർപ്പറേഷനിൽ
ഞങ്ങൾ പല സ്ഥലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. 2 ഏക്കർ 5 ഏക്കറൊക്കെ കോർപ്പറേഷൻ സ്ഥലം വെറുതെ കിടപ്പുണ്ട്. ഇപ്പോൾ നാട്ടുകാരത് കയ്യേറുകയാണ്. ഈ സ്ഥലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഷെൽട്ടർ നിർമ്മിക്കുക. ഒരു 6000-7000 തെരുവ് നായ്ക്കളാണ് തിരുവനന്തപുരം പട്ടണത്തിൽ അവിടെ ഇവിടെയായി അലഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 500 തെരുവ് നായ്ക്കളെ ഒരു ഷെൽട്ടറിൽ വെച്ച് പാർപ്പിച്ച്, ആൺനായ്ക്കളെയും പെൺനായ്ക്കളെയും പ്രത്യേകം പാർപ്പിച്ച് ABCയും ചെയ്ത് ആനിമൽ ബർത്ത് കൺട്രോൾ നടത്തി ഇവയെ പ്രത്യേകം പാർപ്പിച്ച് ഇവയ്ക്ക് ഭക്ഷണവും കൊടുത്ത് വെറ്റിനറി ഡോക്ടറുടെ ഒരു സർവെയിലൻസിൽ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു 5 വർഷം മുതൽ 7 വർഷം കൊണ്ടുവരെ ഈ നായ്ക്കളുടെ ഇത് അവസാനിച്ച് കിട്ടും അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ കൊലപ്പെടുത്തേണ്ട, അതിനെ ബുദ്ധിമുട്ടിക്കേണ്ട, ഭക്ഷണം കൊടുക്കാൻ, ഷെൽട്ടറിൽ അടയ്ക്കാൻ സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ 8-10 ഷെൽട്ടറുകൾ പല ഭാഗത്തായി നിർമ്മിക്കേണ്ടി വരും. അതിന് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുണ്ട്, എയ്ഡുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് നമുക്കത് പരിഹരിക്കാം. വെള്ളക്കെട്ട് മറ്റൊരു പ്രശ്നമാണ്. വെള്ളക്കെട്ട് ഇപ്പം നഗരത്തിൽ എത്ര കോടി രൂപ ചിലവാക്കി. CPM ആ പണം അത്രയും കമ്മീഷൻ വാങ്ങിച്ചു പോവുകയായിരുന്നു. ഇന്നും 1 മണിക്കൂർ മഴ പെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം മൊത്തം വെള്ളപ്പൊക്കത്തിലാണ്. ഇപ്പോൾ സൂററ്റ് 90കളിൽ സൂററ്റിൽ ഒറ്റ തവണയാണ് വെള്ളം പൊങ്ങിയിട്ടുള്ളത്. വെള്ളപ്പൊക്കം കൊണ്ട് അവിടെ പ്ലേഗൊക്കെ വന്നു. പക്ഷേ അവർ കൃത്യമായിട്ട് ആ ഒരൊറ്റ തവണ കൊണ്ട് ശാസ്ത്രീയമായിട്ട് വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ ആ പ്രശ്നം പരിഹരിച്ചു. ഇന്ന് ഗുജറാത്തിൽ വെള്ളപ്പൊക്കം നമ്മൾ കേൾക്കാറില്ല. അപ്പോൾ ആ ടീമിനെ തന്നെ നമുക്ക് ആ ടെക്നോളജി തന്നെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ടെക്നോളജി നമുക്ക് കിട്ടും, അവരുടെ അസിസ്റ്റൻസ് കിട്ടും. നമുക്ക് തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കം പരിഹരിക്കാം. തിരുവനന്തപുരത്ത് നദികൾ ശുചീകരിക്കണം. പാർവതി പുത്തനാറ്, അതുപോലെ തന്നെ ആമയിഴഞ്ചാത്തോട്, കിള്ളിയാറ്, കരമന, ഗംഗാ നദി ശുദ്ധീകരിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഗംഗാനദി ശുചീകരിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ചെറിയൊരു പതിപ്പ് നടപ്പിലാക്കിയാൽ ഇവിടുത്തെ നദികൾ ശുചീകരിക്കാം. മറ്റൊന്ന് മാലിന്യ പ്രശ്നം. ഇപ്പോൾ ഇതും ഞങ്ങൾ ശിവരാജ് സിംഗ് ചൗഹാനോട് സംസാരിച്ചു. അവിടെ നരഹരി IAS എന്നൊരു ജില്ലാ കളക്ടർ ഇൻഡോറിലുണ്ടായിരുന്നപ്പോഴാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു. ജന്മഭൂമിയുടെ പരിപാടിയിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നു. അദ്ദേഹം പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നടത്തി. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇന്നും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോറാണ് ഫോർ ദ ലാസ്റ്റ് 7 years. അപ്പോൾ ഇൻഡോറിൽ അവിടെ ഒരു അഡ്വാൻറ്റേജ്, അവിടെ ഒരുപാട് സ്ഥലമുണ്ട്, വേക്കൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അവർക്ക് പ്ലാന്റ് നിർമ്മിക്കാൻ സാധിച്ചു. പക്ഷേ തിരുവനന്തപുരത്ത് നമുക്കിപ്പോൾ ഒരു 10 വാർഡിന്, ഞങ്ങളുടെ മനസ്സിലൊരു ആശയമാണ്, 10 വാർഡിന് നമ്മുടെ ഒരു 450-500 ടൺ വേസ്റ്റാണ് ഒരു ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 10 വാർഡിന് ചേർന്നുകൊണ്ടൊരു പ്ലാന്റ്, അതായത് ഒരു സെമി ഡീസെൻട്രലൈസ്ഡ്, ടോട്ടലി ഡീസെൻട്രലൈസ്ഡ് അല്ല, സെമി ഡീസെൻട്രലൈസ്ഡ് പ്ലാൻ. ഒരു 10 വാർഡാകുമ്പോൾ ഒരു 40 ടൺ 45 ടൺ വേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നു. അത് റൂറൽ ഏരിയ പോകുമ്പോൾ കുറയും, സിറ്റി ആകുമ്പോഴും മാക്സിമം ഇത്രയേ വരുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് സ്ഥലം വേണ്ട. കോർപ്പറേഷൻ്റെ പല സ്ഥലങ്ങളുമുണ്ട്. അവിടെ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സഹായം ഉപയോഗിച്ചുകൊണ്ട് വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത്, അപ്പോൾ ഒരുപാട് ദൂരം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യവുമില്ല. 10 വാർഡെന്ന് പറയുമ്പം അടുത്ത് നിൽക്കുമല്ലോ. അങ്ങനെ നമുക്കൊരു പദ്ധതി ആലോചിക്കാം. പിന്നെ കോർപ്പറേഷനിലുള്ള പേയ്മെൻ്റ് എല്ലാം തന്നെ ഓൺലൈനിലാക്കുക. ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ പണം കൊണ്ട് കൊടുക്കണ്ട, ഓൺലൈനിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോൺ വഴി ബില്ലടയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ 1 by 1 ആയിട്ട് പരിഹരിക്കുക. അങ്ങനെ പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള പ്രശ്നങ്ങൾ അവസാനിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോഴേക്കും താങ്കൾ സാധ്യതകളെ ചോദിച്ചല്ലോ. സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഹോട്ടലുകാർ കോവളത്തുള്ള കുറേ ഹോട്ടൽ ഓണേഴ്സ് വിളിച്ചിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടു. അപ്പോൾ അവർ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ചാണ് സംസാരിക്കാനും വിളിച്ചത്. അപ്പോൾ അവരുമായിട്ട് ഒരുമിച്ചിരുന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചത് ടൂറിസം. അപ്പോൾ അവർ പറഞ്ഞു ഫോറിനേഴ്സ് ഇപ്പോൾ വരുന്നത് കുറവാണ്, ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുണ്ട്, ഫോറിനേഴ്സ് കുറവാണ്. കാരണം എന്താണ്? സായിപ്പൻ മാതാമയൊക്കെ വരുമ്പോൾ അവരെ പട്ടി ഓടിച്ചിട്ട് കടിക്കുകയാണ്. ഒരു സായിപ്പിനെ പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ന്യൂസാണ്. നമ്മുടെ വിദേശ മാധ്യമങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാതിരിക്കുകയാണ്. ഇന്ത്യ സുരക്ഷിതമല്ല, കോവളം സുരക്ഷിതമല്ല, അവിടെ തെരുവ് നായി പിടിക്കുന്നു, പേകളകിയ നായി കടിക്കുന്നു, റോഡിൽ നടക്കുമ്പോൾ മാലിന്യം വലിച്ചെറിയുന്നു. ഇങ്ങനെ ഒരു 4 ന്യൂസ് ഇൻ്റർനാഷണലിലൂടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം പോകുമെന്ന് മാത്രമല്ല, ടൂറിസ്റ്റുകൾ കുറയും, നമ്മുടെ എക്കണോമി പൂറാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ്റെ പരാജയമാണ് അവിടെ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അങ്ങനെയുള്ള കോർപ്പറേഷനിൽ ഇന്ന് ഉള്ള പ്രശ്നങ്ങൾ 1 by 1 ആയിട്ട് കൃത്യമായിട്ട് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കുകയും അത് പരിഹരിക്കപ്പെടുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുകയും ചെയ്യും. അതാണ് ഞങ്ങളുടെ പദ്ധതി. ഇപ്പോൾ പ്രചാരണ രംഗത്താണുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ BJP ശക്തമായൊരു പ്രതിപക്ഷമായി ഇതുവരെ നിന്നിരുന്നു. അപ്പോൾ അനുസരിച്ചുള്ള പ്രവർത്തനം നടത്തുന്നു. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എനിക്ക് വളരെ വലിയ പ്രതീക്ഷയുണ്ട്, വളരെ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ജനങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ദിനം കാത്തിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഞങ്ങളിപ്പോൾ പല മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു. ജനങ്ങളുടെ ഇടയിൽ പോകുമ്പോഴേക്കും പല തരത്തിലുള്ള ആൾക്കാരെ കാണും. ഇപ്പോൾ ഇന്ന് എൻ്റെ വാർഡിൽ ഞാൻ കണ്ട് ഡോക്ടർമാരെ കണ്ടു, ഒരു ഓർത്തോ ഡോക്ടറുമായിട്ട് സംസാരിച്ചു, IT പ്രൊഫഷണൽ നിരവധി പേരെ കണ്ടു, പിന്നെ ടൂറിസം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ കണ്ടു. അപ്പോൾ ഓരോരുത്തരോട് സംസാരിക്കും. അത് ചില അമ്പലത്തിലെ ശാന്തി
നടത്തിപ്പോകുന്ന അമ്പലമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാരെ കണ്ടു, ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ കണ്ടു, എയർപോർട്ട് ജോലി ചെയ്യുന്നവരെ കണ്ടു. അപ്പോൾ ഓരോരുത്തരോടും അവരവരുടെ ഫീൽഡിൽ BJP കോർപ്പറേഷൻ ഭരണത്തിലെത്തിയാൽ എന്താണ് ഗുണപ്പെടാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും അവർക്ക് താല്പര്യം കൂടുന്നുണ്ട്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള കുറേ പേരെ കണ്ടു, ബിൽഡേഴ്സിനെ കണ്ടു, അതോടൊപ്പം തന്നെ മേസന്മാരെ കണ്ടു, ഒക്കെ കണ്ടു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾ എങ്ങനെ പരിഹരിക്കും, വെള്ളപ്പൊക്കം എങ്ങനെ പരിഹരിക്കും, അപ്പം ഞങ്ങൾക്ക് പ്ലാനുണ്ട്, തെരുവുനാശല്യം എങ്ങനെ പരിഹരിക്കും എന്ന് പറയുമ്പോഴേക്കും പിന്നെ ഈ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങളൊരു 3-4 കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇപ്പോൾ മെഡിക്കൽ ടൂറിസം തിരുവനന്തപുരത്തെ ഒരു അനന്തമായ സാധ്യതയുള്ളൊരു മേഖലയാണ്. ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ മയോ ക്ലിനിക്കിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ ചെല്ലുന്നു. സ്വാഭാവികമായിട്ടും അവിടെ രോഗികൾ ചെല്ലുമ്പോഴേക്കും അവർ അവിടെ സ്പെൻഡ് ചെയ്യും. ആ സ്പെൻഡ് ചെയ്യുന്ന പണം അവിടുത്തെ എല്ലാ മേഖലകളിലേക്കും ഒഴുകിയിറങ്ങും. നമുക്ക് എന്തുകൊണ്ട് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, അതോടൊപ്പം തന്നെ RCC, SAT, പഞ്ചകർമ്മ ആയുർവേദ ഹോസ്പിറ്റൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ നമ്മുടെ ആയുർവേദ കോളേജ്, അതോടൊപ്പം തന്നെ വിവിധ കളരി ചികിത്സാ കേന്ദ്രങ്ങൾ, യോഗ സെൻറ്ററുകൾ, ഇവരെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ നിരവധി നല്ല മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികൾ, ഇവരെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ഇതൊക്കെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബാക്കി തിരുവനന്തപുരത്ത് മാറ്റണം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ഒരു 5 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപയ്ക്ക് താഴെ വരെ നമുക്ക് കാർഡിയാക് സർജറി തിരുവനന്തപുരത്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സ്പെർട്ടുള്ളതായിട്ട് സംസാരിച്ച് കുറേ കൂടെ ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതിന് 50 ലക്ഷം രൂപ വരെ ചില അറേബ്യൻ രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലാവുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇൻഷുർഡാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നല്ല പൈസ ലാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ അതുപോലെ ദന്തൽ ട്രീറ്റ്മെൻറ്റ്, പ്രത്യേകം UK ഉൾപ്പെടെ UK-യിൽ നിന്നും ദന്തൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തിരുവനന്തപുരത്ത് വരുന്ന ആൾക്കാരെ എനിക്കറിയാം. അവർ ഞാൻ ചോദിച്ചു, ടിക്കറ്റ് എടുത്ത് നിങ്ങൾ വരുന്നത് അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, വേറെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വരും അവർ. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ തന്നെ നമുക്ക് നമ്മുടെ റേറ്റിൽ കൊടുത്തിട്ട് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഹബ്ബാക്കി ട്രിവാൻഡ്രം മാറിക്കഴിഞ്ഞാൽ അവിടെ ആയിരക്കണക്കിന് രോഗികൾ വിവിധ ഹോസ്പിറ്റലുകളിൽ വരുമ്പോഴേക്കും അവരിവിടെ ചെലവഴിക്കുന്ന പണം നമ്മുടെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് ഒഴുകിയിറങ്ങും. ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് കിട്ടും, ടാക്സി ഡ്രൈവർക്ക് കിട്ടും, മെഡിക്കൽ സ്റ്റോറിന് കിട്ടും, ഹോട്ടലുകൾക്ക് കിട്ടും, റെസ്റ്റോറൻറ്റുകൾക്ക് കിട്ടും, പിന്നെ ടെക്സ്റ്റൈൽസുകൾക്ക് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഇൻകം എന്തായിരിക്കും, കോർപ്പറേഷനും വരും, പ്രൊഫഷണൽ ടാക്സ് വരും, മറ്റുള്ള രീതിയിലൊക്കെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എക്കണോമി മെച്ചപ്പെടും. മറ്റൊന്നാണ് പിൽഗ്രിം ടൂറിസം. പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തൊന്നേ ഉള്ളൂ, ആറ്റുകാൽ ക്ഷേത്രം ലോകത്തൊന്നേ ഉള്ളൂ, അതുപോലെ തന്നെയാണ് വെട്ടുകാട് പള്ളി, അതുപോലെ തന്നെയാണ് ഭീമാപള്ളി. ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായ രീതിയിൽ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ പിൽഗ്രിം ടൂറിസത്തിൻ്റെ സെൻറ്ററാക്കി തിരുവനന്തപുരം മാറ്റി നമ്മുടെ കൾച്ചർ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ഇൻകം അത് നമ്മുടെ എക്കണോമി ബൂസ്റ്റ് ചെയ്യും. പിന്നെ ബാംഗ്ലൂരൊക്കെ ഒരുമിച്ചാണ് തിരുവനന്തപുരമൊക്കെ IT മേഖലയിലേക്ക് കടന്നത്. ഇന്ന് ബാംഗ്ലൂരും ഹൈദരാബാദും IT ഫീൽഡിൽ എവിടെ നിൽക്കുന്നു, തിരുവനന്തപുരം എവിടെ നിൽക്കുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി തന്നെ ഏറ്റവും വലിയൊരു മാതൃകയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ആ എനർജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ IT മേഖല വികസിപ്പിച്ചു കഴിഞ്ഞാൽ IT-യിൽ നമുക്ക് ബാംഗ്ലൂരിനെയും ഹൈദരാബാദിനേക്കാൾ മുന്നിലെത്താൻ സാധിക്കും. വിഴിഞ്ഞം അനന്തമായ സാധ്യതകളുള്ള, ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മുംബൈ പോർട്ടാണ് മഹാരാഷ്ട്രയുടെ എക്കണോമി ഇത്രത്തോളം ആക്കിയത്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ട് മുംബൈ മാറിയത് എങ്ങനെയാണ്? ആ പോർട്ടാണ്. അതിനേക്കാൾ സാധ്യതയുണ്ട് വിഴിഞ്ഞം പോർട്ടിന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പിൽഗ്രിം ടൂറിസം, മെഡിക്കൽ ടൂറിസം, IT സെക്ടർ, ദെൻ വിഴിഞ്ഞം, ഈ എല്ലാം ഒരേ സമയം തന്നെ ഡെവലപ്പായി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അല്ല രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക ഘടന മെച്ചപ്പെടും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വരുമാനം തിരുവനന്തപുരത്തുണ്ടാവും. തിരുവനന്തപുരത്ത് ആൾക്കാർക്ക് വ്യാപകമായി ജോലി കിട്ടും. ഇവിടെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അടിസ്ഥാനമായി മലിനജലം ഒഴുകുന്ന ഓടകളും തെരുവ് നായ്ക്കൾ ആറാടുന്ന നഗരവും, അതോടൊപ്പം തന്നെ 1 മണിക്കൂർ മഴ പെയ്താൽ വെള്ളപ്പൊക്കവുമുള്ള ഒരു നഗരത്തിലേക്ക് ആരും വരില്ല, ഒരു ടൂറിസ്റ്റും വരില്ല, ഒരു പേഷ്യൻറ്റും ട്രീറ്റ്മെൻറ്റിന് വരില്ല. അതുപോലെ തന്നെ ഒരു കണക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു IT കമ്പനികളിലൂടെ വരില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാന മാറ്റം ഉണ്ടാവണമെങ്കിൽ കോർപ്പറേഷൻ നിന്ന് ആരംഭിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഇതിന് ഞങ്ങളുടെ കയ്യിലുള്ളത് രാജീവ് ചന്ദ്രശേഖർ മുൻപിലുണ്ട്. അദ്ദേഹം പൊളിറ്റീഷ്യനുമാണ്, ടെക്നോളജിസ്റ്റുമാണ്. ഒരു ഇഷ്യൂ എങ്ങനെ പരിഹരിക്കണമെന്ന് അദ്ദേഹത്തിന് തന്നെ പ്ലാനുണ്ട്. ഏത് പോയിന്റിൽ കോൺടാക്റ്റ് ചെയ്താൽ അവിടെ നിന്ന് സഹായം കിട്ടുമെന്നുണ്ട്. നരേന്ദ്രമോദിജി മുമ്പിലുണ്ട്,
കേന്ദ്ര BJP 2047 ആകുമ്പോൾ ഇന്ത്യ വികസിത രാജ്യമാവണമെന്ന് പറയുമ്പോൾ തിരുവനന്തപുരവും കൂടെ വികസിക്കാതെ എങ്ങനെ ഇന്ത്യ വികസിക്കുന്നു? അപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ അറ്റൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കാണുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ശുഭപ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. ഇത് ഏറ്റുവാങ്ങാൻ വേണ്ടി 5 വർഷം ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ട് ആക്ട് ചെയ്ത നല്ല ജനകീയ കൗൺസിലർമാരുടെ രാഷ്ട്രീയ ബേസും BJPക്കുണ്ട്. അപ്പോൾ BJP അല്ലാതെ ആരെ ഭരണം ഏൽപ്പിക്കാൻ പറ്റുന്നത്? യെസ്. നേരത്തെ പറഞ്ഞ കഴിഞ്ഞ കോർപ്പറേഷൻ മേയർ ലോകത്തെ തന്നെ എന്ന് പറഞ്ഞ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള അവകാശവാദം, പക്ഷേ അവരെ ഇപ്രാവശ്യം LDF CPM തിരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ടില്ല. കോൺഗ്രസ് ആകട്ടെ ഒരു മുൻ MLA കൗൺസിലറായിട്ട് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഏത് സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് ആര്യ രാജേന്ദ്രൻ്റെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ഉത്തരം പറയേണ്ടത് CPM ആണ്. അവരതിനേക്കാൾ വലിയ സ്ഥാനം, കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു വലിയ സ്ഥാനം MLAക്കാൾ വലിയ സ്ഥാനം കൊടുക്കാൻ ഇരിക്കുകയാണെന്ന്. അതുകൂടി താങ്ങാനുള്ള ശേഷി കേരളത്തിനുണ്ടാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കൊടുത്ത സ്ഥാനം തന്നെ അതിൻ്റെ പാവഭാരമാണെന്ന് തിരുവനന്തപുരം നഗരവും CPMഉം പേറുന്നത്. ധാർഷ്ട്യമായിരുന്നു, അഹങ്കാരമായിരുന്നു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ രാഷ്ട്രീയമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്ത് ഈ മോശപ്പെട്ട റോഡിലൂടെ KSRTC ബസ്സിൽ യാത്ര ചെയ്തു വരുന്ന ജനങ്ങളോട് എൻ്റെ കാറിന് സൈഡ് തന്നിട്ടില്ല, അതുകൊണ്ട് നീ ബസ് ഇവിടെ റോഡിൽ തടഞ്ഞിട്ടിട്ട് യാത്രക്കാരുടെ നടന്ന് തമ്പാനൂരേക്ക് പോകണം. അവർ തമ്പാനൂരെ ടിക്കറ്റ് എടുത്തില്ല. പെൺകുട്ടികളുണ്ട്. 8-9 മണിക്കൂറുകളോളം ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് വരുന്ന കുട്ടികളെ യൂണിവേഴ്സിറ്റി കോളനിയോട് ഇറക്കുകയാണ്. ഞങ്ങളുടെ നഗരമാണ്, ഇറങ്ങിയിട്ട് നിങ്ങൾ നടന്നു പോകണം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ, ഇത്രയും അപക്വമായ ഒരു മാനസികാവസ്ഥ ഉള്ളൊരു ഭരണാധികാരിയായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് പറയാൻ പരിമിതിയുണ്ടെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഡെപ്യൂട്ടി മേയർ അദ്ദേഹം പോയപ്പോഴേക്കും അദ്ദേഹത്തിന് നേർക്ക് നോക്കി 4 മുദ്രാവാക്യം കോൺഗ്രസിൻ്റെ കുറച്ച് സമരം നടക്കുകയായിരുന്നു, വനിതാ കൗൺസിലർമാരുൾപ്പെടെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉടുമുണ്ട് ഉയർത്തി കാണിക്കുകയാണ് ഡെപ്യൂട്ടി മേയർ. ഇത് അദ്ദേഹത്തിന് FIR എടുത്തിട്ടുണ്ട്. ഒരു ഡെപ്യൂട്ടി മേയർക്കെതിരെ സഹപ്രവർത്തകരെ ഉടുമുണ്ട് ഉയർത്തി കാണിച്ചു എന്നുള്ള FIR എടുത്ത നാടാണ് തിരുവനന്തപുരം. അപ്പോൾ ഈ വഷളത്തരങ്ങളും ധാർഷ്ട്യവും നിറഞ്ഞ നേതൃത്വമായിരുന്നു കഴിഞ്ഞ 5 വർഷവും ഈ കോർപ്പറേഷൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മുദ്രാവാക്യം വിളിച്ചതിന് സഹപ്രവർത്തകരെ ഉടുമുണ്ട് ഉയർത്തി കാണിക്കുന്ന ഒരു ഡെപ്യൂട്ടി മേയറും ധാർഷ്ട്യം നിറഞ്ഞൊരു മേയറുമായിരുന്നു തിരുവനന്തപുരം പോലെ ഞാൻ നേരത്തെ പറഞ്ഞ അനന്തമായ സാധ്യതയുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പട്ടണമായി മാറാൻ സാധ്യതയുള്ള ഒരു നഗരത്തിൻ്റെ ഭരണം കഴിഞ്ഞ 5 കൊല്ലം കൈയാളിയിരുന്നു എന്നുള്ളതാണ് ജനങ്ങളെയൊക്കെ തന്നെ ആശങ്കപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ആര്യ രാജേന്ദ്രൻ അധികാരത്തിൽ വന്ന് 3-ാമത്തെ മാസം അഴിമതി ആരംഭിച്ചു. ആറ്റിയാൽ പൊങ്കാലയുടെ പേരിൽ അഴിമതി. മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 5 കൊല്ലം എന്ത് ചെയ്യായിരുന്നു? അവരെ ഒരു ദിവസവും തിരുത്തിയില്ല, അവരെ ഒരു ദിവസവും മാറ്റിയില്ല. അപ്പോൾ ആര്യ രാജേന്ദ്രനെ കൊണ്ട് അഴിമതി ചെയ്യിപ്പിച്ചിട്ട് ആ അഴിമതി പണം CPM നേതാക്കന്മാർ വാങ്ങുകയും അവർക്കും അതിൻ്റെ ഒരു പങ്ക് കൊടുക്കുകയും, അപ്പോൾ അവർക്ക് അഴിമതി നടത്തുവാൻ വേണ്ടി ഏറ്റവും പറ്റിയ ഉപകരണം ആര്യ രാജേന്ദ്രനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ സീറ്റിലിരുത്തിയിരുന്നത്. സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ CPM പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു ജനവികാരം അവർക്കെതിരായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളാരും ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ടാണ് CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് ആര്യ രാജേന്ദ്രൻ മത്സരിക്കുന്നില്ല. എന്നാൽ 25 വയസ്സുള്ള ആര്യ രാജേന്ദ്രൻ മത്സരിക്കുന്നില്ല, പക്ഷേ 65 വയസ്സുള്ള മുൻ മേയർ ശ്രീകുമാറിനെ മത്സരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടി 8ാം ക്ലാസ്സിൽ ഇരുത്താൻ പറ്റില്ല എന്നുള്ളത്. അപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ച ശ്രീകുമാറിനെ 3ാം ക്ലാസ്സിൽ ഇരുത്താം, മുൻ മേയർ ശ്രീകുമാറിന്. ആര്യ രാജേന്ദ്രൻ. അപ്പോൾ ഈ തരത്തിലുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങളൊന്നും ജനങ്ങളുടെ മുമ്പിൽ വില പോവുകയില്ല. 45 വർഷമായി ആര്യ രാജേന്ദ്രനും ശിവൻകുട്ടിയും ചന്ദ്രയും ചന്ദ്രികയും പ്രശാന്തും ശ്രീകുമാറും ജയൻ ബാബുവും ഒക്കെ ചേർന്നുകൊണ്ട് ഈ നഗരത്തെ കൊള്ളയടിക്കുകയായിരുന്നു. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ സമീപത്തുള്ള ആ വഴിയെ നടന്നിട്ട് ദിശാന്തിയിലേക്ക് പോകുന്ന വഴിയുണ്ട്. അവിടെ ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് 2 രൂപ 5 രൂപ 10 രൂപ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ സെൻസറാണ്, അത് തുറക്കുമെന്ന്. ഞാൻ പലതവണ എല്ലാ കോയിനും ഇട്ടിട്ട് കാത്തിരുന്ന് നോക്കി. കോയിൻ ഇരട്ടി സ്പീഡിൽ തിരിച്ചു വരുന്നതല്ലാതെ ഡോർ ഓപ്പൺ ആവുന്നില്ല. ഇത്തരത്തിൽ 150 ടോയ്ലറ്റുകളാണ് പ്രവർത്തനരഹിതമായി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പല ഭാഗങ്ങളിൽ കിടക്കുന്നത്. എത്ര കോടി രൂപയാണ്. അപ്പോൾ 45 വർഷം നഗരം ഭരിച്ചിട്ട് നഗരത്തിൽ വരുന്ന സാധാരണ ജനങ്ങൾക്ക് ഒരു മൂത്രം ഒഴിക്കാൻ വേണ്ടി സ്വസ്ഥമായിട്ട് മൂത്രം ഒഴിക്കാനുള്ള സംവിധാനം പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തൊരു പാർട്ടി പറയുകയാണ്. പിന്നെ മഴ പെയ്താൽ മാലിന്യം നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് ഒഴുകി വരികയാണ്. ആശുപത്രി മാലിന്യം, ആശുപത്രികൾ പലതും നദിയുടെ കരയിലാണ്. ഇവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന മാലിന്യം. അതോടൊപ്പം തന്നെ ഡ്രെയിനേജ് 36 വാർഡിലാണ് ഡ്രെയിനേജ് ഉള്ളത്. രാജഭരണകാലത്തുണ്ടാക്കിയ ഡ്രെയിനേജ്.
അതായത് അന്ന് 100 വീടുകളുള്ള ഒരു സ്ഥലത്ത് 100 വീടുകളുടെ ടോയ്ലറ്റ് വേസ്റ്റ് പോകാൻ ഉള്ള ഡയമീറ്ററിനുള്ള പൈപ്പായിരുന്നു. ഇന്ന് അവിടെ 1500 വീടുണ്ട്. ഇതുപോലെ 101 വാർഡുള്ളതിൽ 36 വാർഡിൽ മാത്രമാണ് ഡ്രെയിനേജ് ഉള്ളത്. ബാക്കിയുള്ള വാർഡിലുള്ള ആൾക്കാരൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും അതിൽ പലരും ഈ തോട്ടിലേക്കും ആറ്റിലേക്കും ഒഴുക്കി വിടുകയാണ്. അപ്പോൾ ഡ്രെയിനേജ് സംവിധാനം 45 വർഷമായിട്ടും ഉണ്ടാക്കാൻ സാധിക്കാത്തവർ, മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തവർ. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം CPMൻ്റെ ഒരു മുതിർന്ന നേതാവ് ചാനൽ ചർച്ചയിൽ വന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ചോദിച്ചു, നിങ്ങൾ വീടുകളിൽ നിന്ന് മാലിന്യം എടുക്കുന്നു എന്ന് പറഞ്ഞു, ഈ മാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റ് എവിടെയാണ്? ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് പോയി കാണാം. ഇല്ല. ഇവരെന്താ പറയുന്നത്? പന്നിക്ക് കൊടുക്കുന്നതാണ്. തമിഴ്നാട്ടിലുള്ള പന്നി ഫാമുകളിലേക്ക് ഞങ്ങൾ മാലിന്യം കൊടുക്കുകയാണെന്നാണ് മേയർ പറയുന്നത്. ഈ പന്നി ഒരു മാസം വയറിന് സുഖമില്ലാതായിട്ട് മാലിന്യം കഴിക്കാതിരുന്ന ഇവരെന്ത് ചെയ്യും? തമിഴ്നാട്ടിലെ പന്നികൾക്ക് വയറിന് സുഖമില്ല, പന്നികൾ ഈ മാലിന്യം കഴിക്കുന്നില്ല, ഇവർ ചാക്കി കെട്ടുന്ന മാലിന്യം എന്ത്? ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? എല്ലാ സ്ഥലത്തും മാലിന്യം എടുക്കും. മാലിന്യം എടുത്തതിന് ശേഷം ഈ മാലിന്യം ചാക്കി കെട്ടിയിട്ട് തിങ്കളാഴ്ച കൊണ്ടുവന്ന് ആമയിഴഞ്ഞാൽ തോടിലിടും, ചൊവ്വാഴ്ച പാർവതി പുത്തനാറിലിടും, ബുധനാഴ്ച കിള്ളിയാറിലിടും, വ്യാഴാഴ്ച കരമനയാറ്റിലിടും, അടുത്ത ദിവസം വേറെ ഏതെങ്കിലും നദിയിലിടും. എന്നിട്ട് കറങ്ങി തിരിച്ച് തിങ്കളാഴ്ച വീണ്ടും പാർവതി പുത്തനാറിൽ പോകുമ്പോഴേ ആദ്യം ഇട്ടത് ഒഴുകി 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കിടക്കും. ഇതെവിടെ ഇടും? ഇങ്ങനെ ഇട്ട് ചാക്കിൽ കെട്ടി മാലിന്യം നദിയിൽ തള്ളുന്നതല്ലാതെ പരിഹരിക്കുവാനുള്ള 45 വർഷമായിട്ട് ഇവർക്ക് സാധിച്ചില്ലെന്ന് അവർ തന്നെ തെളിയിച്ചിട്ടുണ്ട്, പണം ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തെരുവ് നായുടെ കാര്യമൊക്കെ പറഞ്ഞാൽ വളരെ അത്ഭുതമാണ്. ഞാനിപ്പോൾ പൂജപ്പുര വാർഡിൽ കൗൺസിലറായി ചെന്നതിന് ശേഷം ഈ തെരുവ് നായ് പ്രശ്നം എന്നെ അന്ന് പൂജപ്പുര രവി അന്തരിച്ചു പോയ ചലച്ചത് അദ്ദേഹം ആ വാർഡിലാണ്. അദ്ദേഹം എന്നെ വിളിക്കും, രാജേഷേ എൻ്റെ വീടിൻ്റെ അവിടെ ഇരിക്കാൻ നിവർത്തിയില്ല, കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് പോകുമ്പോൾ പട്ടി കടിക്കുന്നു, വരണമെന്ന് പറഞ്ഞു. ഞാൻ 1 ദിവസത്തോടെ ചെന്നു. ഞാനൊരു പഠനം നടത്തി. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, സാർ ഇങ്ങനെ കൊണ്ടുപോയി വന്ധ്യംകരിച്ചിട്ട് തിരിച്ചു കൊണ്ടുവിടും. ഞാൻ ചോദിച്ചു, വന്ധ്യംകരിക്കുന്നതിൻ്റെ തെളിവെന്താണ്? അപ്പോൾ പറഞ്ഞ് കാതിൽ ഒരു V ഷേപ്പിൽ കട്ട് ചെയ്യും. ഞാനപ്പോൾ പതുക്കെ കാറിൻ്റെ അടുത്ത് എന്നാൽ പട്ടി കടിക്കും, അതുകൊണ്ട് അകത്തിരുന്നുകൊണ്ട് ഞാൻ നോക്കിയപ്പം പട്ടിയുടെ കാതിൽ V ഷേപ്പ് ഇട്ടിട്ടുണ്ട്. ഞാനങ്ങനെ പോയി. കുറേ ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഒരു അമ്മ പട്ടിയുടെ അടുത്ത് നിന്ന് കുഞ്ഞുങ്ങൾ പാൽ കുടിക്കണം, നോക്കി ആ പട്ടിക്കും V ഷേപ്പുണ്ട്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ആൾക്കാർ പറയുന്നത് വന്ധ്യം കരിക്കുന്നതിന് മുമ്പ് ഇത് 3 പ്രസവിക്കുകയുള്ളായിരുന്നു, ഇപ്പോൾ 4, 5, 10 പ്രസവിക്കുകയാണെന്ന്. അപ്പോൾ പട്ടിയെ വന്ധ്യം കരിക്കുന്നതിൽ പോലും അഴിമതി നടത്തുന്നൊരു സിസ്റ്റം, കൊതുകിനെ പിടിക്കുന്നതിൽ അഴിമതി. മറ്റൊന്ന് മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്ന കലാപരിപാടിയുണ്ട്. അതായത് മഴക്കാലത്തിന് മുൻപ് ഈ ഓടയിലെ മണ്ണ് മാറ്റണം. ഇപ്പോൾ പേരൊക്കെ നല്ല പേരാണ്, മഴക്കാല പൂർവ്വ ശുചീകരണം. നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണെന്ന്. അപ്പോൾ ആദ്യത്തെ വർഷം എന്നോട് പറഞ്ഞു, സാർ വരണം, ഞാൻ ഉദ്ഘാടനം ചെയ്യണം. ഞാൻ ചെന്നു. ഒരു ബാനറും കൊണ്ട് 3-4 ഉദ്യോഗസ്ഥരുണ്ട്. അതിൻ്റെ മുമ്പിൽ എന്നെ നിർത്തി ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് നോക്കിയപ്പോഴേക്കും ഞാൻ ചോദിച്ചു, എന്താണ്? ഈ ഓടയിലെ മണ്ണ് വാരും. ഒരു ജാമ്പവാൻ്റെ കാലത്തുള്ള ഒരു JCB, ഈ JCB കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മണ്ണ് വാരിയിട്ട് നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകും? അത് ടിപ്പർ വരും സാറേ എന്ന് പറഞ്ഞു. ഇവർ മണ്ണ് കോരി കരയിൽ വെച്ചു. മണ്ണ് കോരി കരയിൽ വെച്ചിട്ട് എന്താ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകണല്ലോ, ഒന്ന് കാണണമല്ലോ. അത് സാർ ഇപ്പോൾ JCB വരുമെന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഒരു 2 മണിക്കൂർ അവിടെ വന്നിട്ട് പോയി. വൈകുന്നേരം ഒരു മരണം അറിഞ്ഞിട്ട് അവിടെ വന്നപ്പോഴേക്കും രാവിലെ കോരി വെച്ച മണ്ണ് അന്ന് വൈകുന്നേരം പെയ്ത മഴയത്ത് വീണ്ടും ഇവിടെ തന്നെ ഒലിച്ചിറങ്ങുകയാണ്. ഇന്ന് ഒലിച്ചിറങ്ങുകയാണ്. 3-ാമത്തെ ദിവസം ഒരു 1 ലക്ഷം രൂപ ബില്ല് മാറിയങ്ങ് പോയി. അപ്പോൾ ഇവർക്ക് ഈ പണി നടത്തി ബില്ല് മാറി റിപ്പോർട്ട് കൊടുക്കണമെന്നല്ല, ഇതേ മണ്ണ് ഒലിച്ച് അവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ ഒന്നും മോണിറ്റർ ചെയ്യുന്നില്ല. ചെയ്ത റോഡ് തന്നെ വീണ്ടും ടാർ ചെയ്യുന്നു. ടാർ ചെയ്ത് 6 മാസം കഴിയുമ്പോൾ വെട്ടിപ്പൊളിക്കുന്നു. ഇങ്ങനെ ഈ നഗരത്തെ മുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം എന്നുള്ളത് കഴിഞ്ഞ 5 വർഷത്തോടെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ജീവിപ്പിക്കേണ്ട ഫണ്ട് ജനറൽ കാറ്റഗറിയിലുള്ള അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിമൻസ് കോളേജിൻ്റെ 2 ഗേറ്റിനുണ്ടാക്കി ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. സ്ത്രീ സൗഹൃദ ഇടനാഴി എന്നാണ് പറയുന്നത്. അതാ വിമൻസ് കോളേജിൽ ഒരുപാട് മരങ്ങൾ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന നല്ല തണലുള്ള സ്ഥലത്ത് ആ മരങ്ങളുടെ അടിയിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് കൂടി. അപ്പോൾ ഈ വെയിറ്റിംഗ് ഷെഡ് അന്നത്തെ ഡെപ്യൂട്ടി മേയറായിരുന്ന രാഖി രവികുമാറിൻ്റെ വാർഡാണ്. ഈ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചതിൽ അതിൽ കുറേ വനിതാ നേതാക്കന്മാരുടെയൊക്കെ പടം വെച്ചിട്ടുണ്ട്. അക്കമ്മ ചെറിയാൻ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ പടം വെച്ചിട്ടുണ്ട്. ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പഴയ ഒരു SFI പ്രവർത്തകൻ, ഒരു CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മകൻ, SFI പ്രവർത്തകൻ, ഒരു മുൻനിര മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം പോയി ഈ പണി ചെയ്ത കോൺട്രാക്ടറുടെ ഇൻ്റർവ്യൂ എടുത്തു. അതേ കോൺട്രാക്ടറോട് ചോദിച്ചു, വിമൻസ് കോളേജിൻ്റെ മുമ്പിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളതുപോലെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഞങ്ങൾക്ക് എറണാകുളത്ത് ചെയ്യണം, എത്ര രൂപ? ആ കോൺട്രാക്ടർ അപ്പം തന്നെ, അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, അയാൾ പറഞ്ഞു 5 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാം. ഈ വിമൻസ് കോളേജിൻ്റെ അവിടെ ചെയ്ത് അതേപോലെ ചെയ്യണം, അത് 5 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാം. എന്തെങ്കിലും റെയിലൂടെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയാവും. അപ്പോൾ അതിൻ്റെ ബില്ല് എത്രയാണെന്ന് പറയുക? 93 ലക്ഷം രൂപ. അപ്പം 5 ലക്ഷം രൂപയ്ക്ക് ചെയ്യാവുന്ന ആ കോൺട്രാക്ടർ സമ്മതിച്ച വർക്ക് ഇവിടെ 93 ലക്ഷം രൂപ, 88 ലക്ഷം രൂപ ഇവിടെ പോയി. ഇപ്പോൾ മണ്ണാമൂല എന്ന് പറയുന്ന സ്ഥലമുണ്ട് പേരൂർക്കട വാർഡിൽ. അവിടെ ഒരു കുളമുണ്ട്, കോട്ടിലെ കുളം എന്നാണ് പറയുന്നത്. ആ കുളം 1,40 ലക്ഷം രൂപ മുടക്കി നവീകരിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ ഉദ്ഘാടന പരിപാടി വെച്ചു. മേയർ ഉദ്ഘാടനം ചെയ്യുന്നു.
അന്ന് രാവിലെ സ്റ്റേജൊക്കെ കിട്ടുന്നതുകൊണ്ട് നാട്ടുകാർ ചെന്ന് നോക്കിയപ്പോഴേക്കും ആ കുളത്തിൽ 6 വർഷം മുമ്പ് പൊടിച്ച കുളവാഴ ഇപ്പോഴും കിടപ്പുണ്ട്. ഒരു പണിയും ചെയ്യില്ല. പക്ഷേ 1,40,00,000 രൂപ ബില്ല് എഴുതി മാറ്റി. കുളവാഴ, മരവാഴ, നീർക്കോലി, ചേരയൊക്കെ അവിടെ വാഴയാണ്. നോട്ടീസിൽ 1,40,00,000 രൂപ മുടക്കി നീന്തൽക്കുളം ഉണ്ടാക്കി നാട്ടുകാർക്കൊക്കെ നീന്തി തുടിക്കാമെന്നാണ് പറയുന്നത്. ഒരു ജനങ്ങളവിടെ പ്രക്ഷോഭം ഉണ്ടാക്കി മേയർ വന്നില്ല. ഞാൻ ചോദിക്കുക, ഇങ്ങനെ കോടിക്കണക്കിന് രൂപ നാട്ടുകാർ തട്ടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരു ബാധ്യതയായി മാറിയൊരു സംവിധാനത്തെ പുറത്താക്കുവാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. പിന്നെ താങ്കൾ നേരത്തെ കോൺഗ്രസിൻ്റെ ചോദിച്ചു. കോൺഗ്രസ്സിനാകുമായിരുന്നു എന്ന് 42 കൗൺസിലർമാരുണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിപക്ഷമായിരുന്നെങ്കിൽ അവരുടെ ആഗ്രഹം സാധിക്കുമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ്സിന് ക്രെയിൻ വെച്ച് ഉയർത്തിയാൽ പോലും ഉയരാൻ പറ്റാത്ത തരത്തിലേക്ക് അധപതിച്ചു. 8 സീറ്റ് 10 സീറ്റ് ആകുമെന്നുള്ള ആത്മവിശ്വാസം പോലും ഇല്ല. പിന്നെ ഒരു മുൻ MLA അവിടെ കൊണ്ടുവന്ന് മത്സരിക്കുന്നു എന്നുള്ളതിലുപരി കോൺഗ്രസ്സിന് താഴോട്ടുള്ള ജനങ്ങൾ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. ഒരു മരണവെപ്രാളമാണ്. നീന്താൻ അറിയാൻ പാടില്ലാത്ത ആളുടെ അടുത്ത് വെള്ളത്തിയിട്ടാൽ എന്തായിരിക്കും? അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. കോൺഗ്രസ് കഴിഞ്ഞ 40-45 വർഷം CPM-നോട് ചേർന്നുകൊണ്ട് ഇപ്പം 100 താൽക്കാലിക വേക്കൻസി അവിടെ വരുമെന്നിരിക്കട്ടെ, കോൺഗ്രസ് ഒരു 5 എണ്ണം കൊടുത്തു. 5 എണ്ണം കിട്ടിയ ഒരു ഭാഗ്യമാണ്. 95 CPM നടന്നു. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ ആത്മാർത്ഥത്തോടെ പറയട്ടെ, ഞങ്ങൾ 10 വർഷം കൊണ്ട് പ്രതിപക്ഷമാണ്. ഒരു വേക്കൻസി അനധികൃതമായിട്ട് ഞങ്ങൾക്ക് എത്രയോ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വേണ്ട, നിങ്ങൾ നിയമപരമായിട്ട് കഴിവുള്ളവർക്ക് കൊടുത്തോ. ഞങ്ങൾ അങ്ങനെ നിന്നതുകൊണ്ടാണ് ഞങ്ങളിന്ന് പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത്. കോൺഗ്രസ്സിന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ഇപ്പോൾ തന്നെ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞെന്താണെന്നറിയാം, അവിടെയാണ് അവരുടെ പാപ്പരത്വം. അദ്ദേഹം പറഞ്ഞ് BJP തിരുവനന്തപുരത്ത് പിക്ചറിൽ നിന്ന് ഔട്ടാക്കും. അപ്പോൾ BJP പിക്ചറിൽ നിന്ന് ഔട്ടാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അല്ലാതെ കോർപ്പറേഷനിലെ ഭരണം മെച്ചപ്പെടുത്തണമെന്നുള്ളതല്ല. കോർപ്പറേഷനിലെ നായ് പ്രശ്നമോ കോർപ്പറേഷനിലെ അഴിമതി പ്രശ്നമോ മാലിന്യ പ്രശ്നമോ അല്ല, BJP ഒഴിവാക്കുക. സ്വാഭാവികമായിട്ട് ജനങ്ങൾ തിരിച്ചറിയുന്നു ഈ വഞ്ചന. അവർ BJPയെ മനസ്സാ വരിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഒരു വാശിയേറിയ തിരഞ്ഞെടുപ്പാണ്. പൊതുവേ അതൊരു തലസ്ഥാനമാണ്. തലസ്ഥാനത്തെ നഗരസഭ എന്ന് പറയുന്നത് അതൊരു ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ്. രാജ്യം പോലും ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ്. കാര്യം പല സംസ്ഥാനങ്ങളിലും നഗരസഭ പിടിച്ചുകൊണ്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഭരണത്തിലേക്ക് എത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈയൊരു നഗരസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും വിജയാശംസകൾ നേരുന്നു. നമസ്കാരം. നന്ദി.